is ocean surface. Okay, we have water here and the water is what? High temperature. Appo endu pattum? Low pressure area is developed. Idana ippത്തെ water situation. Okay, ingane nikkana. Normally sambavathil cyclone undavo? No, we need certain conditions. Temperature have to be 26 to 27 degrees Celsius. 60 to 70 meter വെള്ളം ചൂടായി തന്നെ നിൽക്കണം. Okay, westerlies influence of bringing water towards the western side of the ocean. ഇതൊക്കെ ഉണ്ടെങ്കിൽ favorable for a cyclone to form. Okay, and some pre-existing cyclonic activities there means very nice. Okay, already ഒരു low pressure ഉണ്ടെങ്കിൽ good. Okay, so ഇങ്ങനെ നിൽക്കുമ്പോൾ normally low pressure ഏരിയയുടെ എന്തൊക്കെയാണ് symptoms? Ascending of air, convergence of air will happen. So ascending of air is the first thing. Air ഇങ്ങനെ മേലോട്ട് പൊങ്ങി പൊങ്ങി പോകും. ഓക്കെ, അപ്പം എന്താണ് പ്രത്യേകത? വാം എയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ വാം വാട്ടർ ആയതുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് ഇസ് മോർ, ഹീറ്റ് ഇസ് മോർ, മോയ്സ്ചർ കണ്ടന്റ് ഇസ് മോർ. ചൂടുണ്ട്, അപ്പം എന്ത് ചെയ്യും? ഈ മോയ്സ്ചർ ഇതിന്റെ കൂടെ തന്നെ പൊങ്ങി വരും. അതറിയാമല്ലോ. ഇറ്റ് വിൽ റീച്ച് ഹിയർ, എ ക്ലൗഡ് വിൽ ബി ഫോംഡ്. Okay, so what will happen here? Condensation will happen here because of NLR. Okay, then one more word we have learned today, adiabatic lapse rate. Okay, and the adiabatic lapse rate, inside the system there is transfer of heat, that is called adiabatic lapse rate. Okay, പുറത്തോട്ട് ഇഫക്റ്റ് ഒന്നും ഇല്ല. NLR അങ്ങനെയല്ല. നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ എവിടെ പോയാലും വിത്ത് ഇൻക്രീസ് ഇൻ ഹൈറ്റ് there is decrease in temperature. Okay, adiabatic lapse rate means ഇപ്പം ഒരു ഫ്ലാസ്കിനകത്ത് വെള്ളം വെച്ചു, ഫ്ലാസ്ക് വെളിയിൽ തൊട്ട് നോക്കി അറിയാൻ പറ്റും എത്ര ചൂടാണ് വെള്ളം അകത്തെന്ന്. നല്ലൊരു ഫ്ലാസ്ക് നല്ല ക്വാളിറ്റി ആണെങ്കിൽ വി വിൽ നോട്ട് നോ. ഫ്ലാസ്കിനകത്ത് തിളച്ച വെള്ളമാണെങ്കിലും എടുക്കും ഭാരം ഉണ്ടാവും, പക്ഷേ എത്ര ചൂടുണ്ടെന്ന് വി കനോട്ട് മെഷർ ഫ്രം ഔട്ട്സൈഡ്. It's an internal system is generated like that. So adiabatic lapse rate means if there is change of heat happening internally or inside a system and there is no signals outside that about what is happening inside. നമുക്ക് അറിയത്തില്ല എന്തോ നടക്കുന്നത്. That is called adiabatic lapse rate. ഇപ്പൊ എന്താ പറയുന്നത്? Because condensation happening, ഈ ഒരു എയർ കോളത്തിനകത്ത് തന്നെ there is exchange of heat happening and normally NLR is also applicable. അപ്പോൾ because of this ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് കാരണം എന്താക്കും? പിന്നെയും വാട്ടർ എയർ ഇസ് ഇറ്റ് വിൽ അസെൻഡ്. നമ്മൾ എയർ അസെൻഡ് എന്ത് വേണം? ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എയർ ബിക്കം ലൈറ്റ്, ഡെൻസിറ്റി കുറയും, പാർട്ടിക്കിൾസ് എല്ലാം മേളിൽ പോകാൻ നമുക്കറിയാം. എഗെയിൻ എയർ വിൽ അസെൻഡ്. ഇതാണ് ഫസ്റ്റ് പ്രോസസ്. ഈ എയർ കോളം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇതെല്ലാം പോയി കഴിഞ്ഞാൽ, പക്ഷെ എന്താണ്? എഗെയിൻ കണ്ടിന്യൂസ്ലി ദിസ് ഏരിയസ് ലോ പ്രഷർ ഇസ് ഫോംഡ്. Okay, from here convergence of air is happening. High pressure is coming to low pressure and trying to balance. അപ്പോൾ പിന്നെയും മോയ്സ്ചർ കണ്ടന്റും പിന്നെയും വാട്ടറും പ്രഷറിന്റെ കണ്ടീഷൻസ് നമുക്ക് ഫേവറബിൾ ആയി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്ത് പറ്റും? ഈ സ്പേസിൽ പിന്നെയും എയർ ഇടിച്ചു കയറി അങ്ങനെ മണ്ടക്കോട്ട് പൊക്കോണ്ടേയിരിക്കും. കണ്ടിന്യൂസ് സൈക്കിൾ ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ, ഒരു ബ്രേക്ക് ഇല്ല. അതാണ് സൈക്ലോണിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മോയ്സ്ചർ വേണം. ഈ ടെമ്പറേച്ചറിൽ ഇത്രയും പ്രഷർ ഡിഫറൻസിൽ വി നീഡ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് എയർ. എപ്പോഴൊക്കെ ഇവിടെ സ്പേസ് ഉണ്ടാവുന്നോ അപ്പോഴൊക്കെ താഴെ നിന്ന് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് വിൻഡ് പോവാൻ സപ്ലൈ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എ സൈക്ലോൺ വിൽ ഫോം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. കോൾ കറൻസ് പോകുന്ന സ്ഥലങ്ങളിലൊന്നും ഇത് കണ്ടിന്യൂസ് സപ്ലൈ വരില്ല. കാരണം തണുത്ത വെള്ളം പോയാൽ പിന്നെ ഡിസ്റ്റർബ് ആയില്ലേ. ഇപ്പൊ 60 to 70 താഴെയാണ്, അല്ല 60 to 70 അത്രയെങ്കിലും ഹൈറ്റിൽ വേണം. അതാണ് കാരണം ഇടയ്ക്ക് തണുത്ത വെള്ളം മിക്സ് ആയ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മോയ്സ്ചർ ആൻഡ് വാംനെസ് ഇസ് നോട്ട് ദെയർ. സോ സൈക്ലോൺ വിൽ നോട്ട് ഫോം. ഓക്കെ, ഇങ്ങനെ ഉണ്ടായി പോകുമ്പോൾ what will happen? There is also wind, westerlies and easterlies, all wind, trade winds are there in the earth. ഈ വിൻഡ് ഈ മൂവ്മെന്റിനെ അഫക്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ്. ഇതൊരു ഷെല്ല് മാതിരിയാക്കും. ആൻഡ് വാട്ടർ വിൽ ബി മോയ്സ്ചർ വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇതിന്റെ കൂടെ വാട്ടർ വെള്ളം മൊത്തം പൊങ്ങി പോകുന്നുണ്ടോ? വാട്ട് ഈസ് ഗോയിങ്? മോയ്സ്ചർ ഇസ് ഗോയിങ്. വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്. If I'm asking you water vapor is there, water vapor is there. Solid water is there? No. Okay, so this is the starting on the early stage of cyclone. Okay, ഇതാണ്. ഇനി നമ്മൾ രണ്ട് വേർഡ് അതിനകത്ത് എഴുതി, ഐ ആൻഡ് ഐ വോൾ ആൻഡ് സൈക്ലോണിക് വോർട്ടെക്സ്. ഓക്കെ, വാട്ട് ഈസ് ഐ? ഈ നടുക്കലത്തെ പാർട്ടില്ലേ, ഇത് കമ്പാരിറ്റീവ്ലി ഭയങ്കര കാം ആയിരിക്കും. കാം.
ഞാൻ പറഞ്ഞില്ലേ, there is adiabatic lapse rate. Internally there is movement or transfer of heat happens. അപ്പോൾ ഇതിന്റെ കണ്ണെന്ന് പറയുന്ന സാധനം, സൈക്ലോണിന്റെ കണ്ണെന്ന് പറയുന്ന സാധനം, ഇപ്പം സൈക്ലോണിന്റെ എയർ ഇങ്ങനെയാണ്, അസെൻഡിങ് ഓഫ് എയർ വിൽ ഹാപ്പൻ, ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇല്ലേ, ഇതാണ് ഐ. ആൻഡ് ദിസ് ഏരിയ വെരി കാം ആസ് കമ്പയർഡ് ടു ദ ബാക്കി വെച്ച് നോക്കുമ്പോൾ ഈ ഏരിയ ഭയങ്കര കാം ആയിരിക്കും. ഈ ഏരിയ ഇല്ലേ, ഈ ഔട്ട്സൈഡ് വാൾ, ഇതാണ് ഐ വാൾ, ഇത് ഭയങ്കര വയലന്റ് ആയിരിക്കും. സോ വയലന്റ്ലി ഓർ വയലന്റ് സ്റ്റോംസ് എവറിത്തിങ് വിൽ ഹാപ്പൻ വിത്ത് റെസ്പെക്ട് ടു ദിസ്. ഓക്കെ, പിന്നെ ദ സ്പൈറൽ മൂവ്മെന്റ് ഓഫ് എയർ ടുവേർഡ്സ് ദിസ് ഇസ് കോൾഡ് സൈക്ലോണിക് വോർട്ടെക്സ് ഓർ സൈക്ലോൺ വോർട്ടെക്സ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു വാട്ട് ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഒരു ഫോഴ്സിന് ഇടയ്ക്ക് പറഞ്ഞു സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇങ്ങോട്ടൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ വെള്ളത്തിന്റെ, പിന്നെ ഇതിന്റെ മൂവ്മെന്റ് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നില്ലേ, ഈ ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദാറ്റ് ഇസ് സാധനം ഉണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, ടുവേർഡ്സ് മൈ സെന്റർ, ദാറ്റ് ഇസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് സൈക്ലോണിന്റെ ഫോർമേഷൻ. ഓക്കെ, ഇനി നമുക്ക് മെച്ചൂർ സ്റ്റേജ് എഴുതാം, എന്നിട്ട് ഇതെല്ലാം ഒന്നുകൂടെ പറയാം. ഓക്കെ, സബ് ഹെഡിങ് മെച്ചൂർ സ്റ്റേജ്. At this stage spiraling winds create multiple convective cells. At this stage the spiraling winds create multiple convective cells. Multiple convective cells with successive calm and violent regions. With successive calm and violent regions. Next line, the regions with cloud, megham, cloud formation are called rain bands. The regions with cloud formation are called rain bands. BANDS, band, rain bands, underline rain bands. എന്താ റെയിൻ ബാൻഡ്സ് ഉദ്ദേശിക്കുന്നത്? റെയിൻബോ, പിന്നെ ക്ലൗഡ് ഫോം, വി ഹാവ് ഒരു സിനാരിയോ, മഴ പെയ്യുന്ന ഒരു റെയിൻബോ ഒക്കെ വന്നിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ഫോർമേഷൻ, ദാറ്റ്സ് കോൾഡ് റെയിൻ ബാൻഡ്സ്. Below which intense rainfall occurs. Below which intense rainfall occurs. Cloud formation is dense at the center. Cloud formation is dense at the center. And the cloud size decreases. And the cloud size decreases from center to periphery. From center to periphery. എന്താ പെരിഫറിയുടെ അർത്ഥം? അറ്റം അല്ലെങ്കിൽ പുറത്തോട്ട്. നമ്മൾ പെരിഫറി എവിടെ പഠിച്ചത്? ഫസ്റ്റ് ഗേഷ്യസ് നെബുല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ലൈറ്റർ പാർട്ടിക്കിൾസ് മൂവ് ടുവേർഡ്സ് എ പെരിഫറി. ഓക്കെ, പിക്ചർ വരയ്ക്കാം. സൈക്ലോണിന്റെ ബേസിക് സ്ട്രക്ചർ ഐ വോൾ കാണാൻ പറ്റുന്നുണ്ടോ? കാണാവോ? എന്ത് ചെയ്യും? തുറന്നിട്ടാണ് കാണുന്നത്. Now you can see. Okay. ഈ ഒരു ഏരിയ ആണ് ഐ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് നമ്മുടെ പോർഷനിലോട്ടാണിത്. എയർ മാസസ് ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഹെഡിങ് എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ്. എയർ മാസസ് ആൻഡ് ഫ്രണ്ട്സ്. FRONTS, ഫ്രണ്ട്. FRONTS, ഫ്രണ്ട്സ്. Okay. What is a front? When two air columns come and meet,
that meeting point is called a front. ഓക്കെ, എന്താണ് ഒരു ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ വേർഡ് വന്ന കാര്യം വാർ ഫ്രണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വാറിന് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലുക്കില്ല, അവിടെ നിങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ വി ഹാവ് എ വാർ ഫ്രണ്ട് നമ്മൾ പറയാറുണ്ട്. ആ വരും നിൽക്കുന്ന ആൾക്കാർ, ഈ കാൽനടയായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരായി ഫസ്റ്റ് നിൽക്കുന്ന വാറിൽ. അപ്പോൾ ദാറ്റ് ഏരിയ ഇസ് കോൾഡ് വാർ ഫ്രണ്ട്. ആ പേരിന്നാണ് ഫ്രണ്ട് ഇറ്റ് കെയിം ടു ജോഗ്രഫി. ഓക്കെ, സോ ഫ്രണ്ട് മീൻസ് ആൻ ഏരിയ വെയർ 2 air masses come and meet. ഓക്കെ, എന്തായിരിക്കും ഒരു എയർ മാസ്? ഒരു കോളം അല്ലെങ്കിൽ ഇത്രയും ഒരു മേ ബി ദിസ് മെനി കിലോമീറ്റേഴ്സ് ഉള്ള ഒരു എയർ. അപ്പോൾ എയർ ഫസ്റ്റ് ദെൻ വിൽ സ്റ്റഡി അബൌട്ട് എയർ മാസ്, ദെൻ വിൽ ടോക്ക് അബൌട്ട് ദ ഫ്രണ്ട്സ്. അതായിരിക്കും എളുപ്പം. സോ വാട്ട് ഇസ് എ ഫ്രണ്ട്? എ പ്ലേസ് വെയർ 2 air masses meet is called a front. Okay, now first we'll talk about air mass. So subheading air mass. Air mass is warm. Air mass is warm if it is closer to the equator. If it is closer to the equator. And the air mass is cold. And the air mass is cold if it is closer to the poles. If it is closer to the poles. An air mass will have moisture. An air mass will have moisture if it is formed on an ocean. If it is formed on an ocean. And it will be dry if it is formed on land. It will be dry if it is formed on land. Okay, next subheading definition of air mass. Definition. An air mass is defined as a large body of air, a large body of air whose physical properties, comma, especially temperature, comma, moisture content and lapse rate are more or less uniform, and lapse rate are more or less uniform horizontally for hundreds of kilometers. Uniform horizontally for hundreds of kilometers. Next line. An air mass may be so extensive that it may cover a large portion of a continent. It may cover a large portion of a continent, and it may be so thick in vertical dimension that it may vertically extend through the troposphere. Next line. An air mass is relatively cold. When its temperature is lower than the underlying surface. Next line. It is warm, comma, when the temperature is above the surface temperature.